ഒരാൾ വയലൻസിലേക്ക് പോകുന്നത്, ഒരാൾ ഒരു കുറ്റവാളിയാവുന്നത്, അയാളുടെ ഒരു ഹെറിഡിറ്ററിയും കൂടി ഉണ്ടാവും. ഇപ്പോൾ ഒരു ആൾ ഭയങ്കര മദ്യത്തോടും മയക്കുമരുന്നുമായിട്ട് അഡിക്റ്റ് ആവുന്ന ആളുകളെ കണ്ടിട്ടുണ്ട്. അവരുടെ അവർ പിന്നെ വളരുന്ന സാഹചര്യം അല്ലെങ്കിൽ കൂട്ടുകെട്ടൊക്കെ ഉണ്ടാവും. പക്ഷെ അതിനപ്പുറത്ത് അയാളുടെ പൂർവികരിൽ എവിടെയോ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു മദ്യപാനി ഉണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ പലരുടെയും നമ്മളുടെ ഒരു പരിചയബലത്തിലുള്ള അനുഭവ പരിസരത്തിലുള്ള പലരുടെയും അനുഭവം വെച്ച് പലരെയും കണ്ട് അവരുടെ ഒരു മുകളിലോട്ടൊക്കെ നോക്കിയപ്പോൾ അത്തരത്തിലൊരു പരിപാടി അതൊരു സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ അവൻ അല്ലെങ്കിൽ അവൾ അത് നിസ്സഹായനാണ്. അപ്പോൾ ഒരാളിങ്ങനെ ഭയങ്കര വെറുക്കപ്പെട്ടവനാവുന്നതിന് പിറകിൽ അത്തരത്തിലുള്ളൊരു പൂർവികരെ ഒരു 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 സാധനം ഉണ്ടാവും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം. അതേപോലെ തന്നെ ഒരാളും കുറ്റവാളിയായിട്ട് ജനിക്കുന്നില്ല. നമ്മളിവിടെ ഇപ്പോൾ ഏറ്റവും കുട്ടിക്കാലത്ത് നമ്മൾ അനുഭവിക്കുന്ന ട്രോമകളാണ് ട്രോമ മാത്രമല്ല സന്തോഷകരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മളെ മാറ്റുന്നത്. നമ്മളിപ്പോൾ ഞാൻ ഇൻട്രോവേർട്ട് ആയിട്ടുള്ള പിന്നെ ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ഒരാൾ അങ്ങനെ ആവുന്ന വെച്ചാൽ അയാളുടെ കുടുംബ സാഹചര്യം അങ്ങനെ ആയിരിക്കും. കുട്ടിക്കാലം തൊട്ടേ പല പ്രശ്നങ്ങളുണ്ടാകും. അച്ഛൻ ചിലപ്പോൾ ഇൻട്രോവേർട്ട്, അമ്മ ഇൻട്രോവേർട്ട് ആവും. ആ കുട്ടിക്ക് ചിലപ്പോൾ വന്നേക്കാം. പിന്നെ നമ്മൾ പതിയെ നമ്മൾ പലരോടും ബന്ധപ്പെട്ട് പലരും പല രീതിയിലും വന്നാണ് അവനല്ലെങ്കിൽ അവൾ ചിലപ്പോൾ മാറുന്നുണ്ടാവും. പക്ഷെ നമ്മൾ കുട്ടിക്കാലം തൊട്ടേ ഭയങ്കരമായിട്ട് കുറ്റപ്പെടലുകളും ഭയങ്കരമായിട്ട് പ്രശ്നങ്ങൾ അനുഭവിക്കുകയും ചെയ്യുന്ന ഒരു കുട്ടി, ആ കുട്ടിക്ക് ഈ സമൂഹം ഭയങ്കര വേട്ടക്കാരൻ്റെ മനസ്സാണ് എനിക്ക് പറയുന്നത്. സമൂഹത്തിനൊരു വേട്ടക്കാരൻ്റെ മനസ്സാണ് തോന്നിയെങ്കിൽ ആ കുട്ടിയെ കുറ്റം പറയാൻ പറ്റുമോ? ഇല്ലല്ലോ. നമുക്ക് ലോകത്തെ സ്നേഹിക്കണമെങ്കിൽ നമ്മൾ കുട്ടിക്കാലത്ത് ഭയങ്കരമായിട്ട് എപ്പോഴും തെറി കേൾക്കുന്നു, അടി കൊള്ളുന്നു, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയാൽ നാട്ടുകാരുടെ പരിഹാസം കേൾക്കുന്നു. ആ കുട്ടി എങ്ങനെയാണ് ഈ ലോകത്തെയും മനുഷ്യരെയും സ്നേഹിക്കുക?